ഗവർണർ ഒപ്പിടാൻ വൈകിയ ഭൂനിയമ ബില്ലുകളിലെ ഭേദഗതി ശരിയായ രീതിയിലല്ല എന്നാരോപിച്ച് സർക്കാരിനെതിരെ സമരത്തിനൊരുങ്ങി UDF. പ്രാദേശികമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനൊപ്പം 10,000 പേരെ പങ്കെടുപ്പിച്ച് ഇടുക്കി കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കാനുമാണ് UDFന്റെ തീരുമാനം. ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാൻ വൈകുന്നതിൽ ഇടതുപക്ഷം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. 1964 ചട്ടമനുസരിച്ച് നൽകിയിരിക്കുന്ന പട്ടയഭൂമിയിൽ വീട് വയ്ക്കുന്നതിനും കൃഷിക്കും മാത്രമാണ് അനുമതിയുള്ളത്. ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അനധികൃതമായി മാറിയ സാഹചര്യത്തിലാണ് ഇതിനെ മറികടക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഭൂനിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. അനധികൃതമായി മാറിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ക്രമവൽക്കരിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ ഭേദഗതി. നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ബില്ല് ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഇതിനെതിരെയാണ് ജനുവരി 9 ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുന്നത്. എന്നാൽ ശരിയായ രീതിയിലല്ല നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്നും ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരുവാൻ സർക്കാരിന് അധികാരമുണ്ടെന്നിരിക്കെ ബില്ല് ഗവർണറുടെ മുമ്പിലേക്ക് എത്തിച്ചത് സർക്കാരിന്റെ വീഴ്ചയാണെന്നും ആരോപിച്ചാണ് UDF സമരത്തിന് തയ്യാറെടുക്കുന്നത്. ഗവർണറുടെ അടുത്ത് വരെയും ഈ ബില്ല് എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഈ ചട്ടങ്ങളുടെ വകുപ്പുകളിൽ ഏതിലെങ്കിലും ഭേദഗതി വരുത്തുന്നതിനുള്ള അധികാരം ഗവൺമെന്റിന് ഉണ്ടായിരിക്കുമെന്ന് 24-ാമത്തെ വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 24-ാമത്തെ വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ആ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന ആ അധികാരം ഉപയോഗിച്ച് ഗവൺമെൻറ് 4-ാമത്തെ ആ വകുപ്പൊന്ന് ഭേദഗതി ചെയ്താൽ മതി. ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിനെതിരെ UDF വ്യാപകമായ പ്രചരണവുമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗവർണറല്ല ഇടതുപക്ഷമാണ് പ്രതിക്കൂട്ടിലെന്നും UDF ജില്ലാ കൺവീനർ ജോയി വെട്ടിക്കുഴി ആരോപിച്ചു. ഇടതുപക്ഷം ചെയ്യേണ്ട ഈ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഗവർണറുടെ തലയിൽ ചാരി അങ്ങനെ അവിടെ തലയൂരി പോകാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. സർക്കാരിന്റെ ജനവഞ്ചന തുറന്നു കാണിക്കുന്നതിനും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും എല്ലാ പഞ്ചായത്തുകളിലും ജനവഞ്ചന സദസ്സ് സംഘടിപ്പിക്കും. ജനുവരി അവസാനത്തോടെ 10,000-കണക്കിന് കർഷകരെ അണിനിരത്തി കളക്ടറേറ്റ് ഉപരോധം സംഘടിപ്പിക്കുവാനുമാണ് UDFന്റെ നീക്കം. നിയമ ഭേദഗതി ബിൽ ഗവർണർക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി ഇടതുപക്ഷം മുന്നോട്ടു പോകുമ്പോൾ നിയമ ഭേദഗതി ബില്ല് നിയമസഭയിൽ പാസാക്കാൻ ഒരുമിച്ച് കൈപൊക്കിയ UDF പുറത്ത് ബില്ലിനെ എതിർക്കുന്നത് രാഷ്ട്രീയ നാടകമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.